Hi friends, welcome to my channel Cooperative Winner. New syllabus oriented ആയിട്ടുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പാർട്ട് 6 ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 പാർട്ടുകൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 5 പാർട്ടും കോപ്പറേഷൻ എന്നുള്ള ഏരിയയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്ന് ബാങ്കിങ് എന്നുള്ള ഏരിയയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാങ്കിങ് എന്നുള്ള ഏരിയയിലെ ഫസ്റ്റ് പാർട്ടാണ്. ബേസിക്സ് ഓഫ് ബാങ്കിങ് എന്നുള്ള ഏരിയയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സാണിത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ളൊരു ജോബ് സ്വപ്നം കാണുന്നവർ എന്തായാലും ബാങ്കിങ് കോപ്പറേഷൻ എന്നുള്ള ഏരിയ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അക്കൗണ്ടിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും ബാങ്കിങ് അതുപോലെ തന്നെ കോപ്പറേഷൻ എന്നുള്ള ഏരിയ കറക്റ്റായിട്ട് പഠിക്കുക. ലാസ്റ്റ് ഒന്ന് മാത്രം അക്കൗണ്ടിങ് ജസ്റ്റായിട്ട് മാത്രം നോക്കിയാൽ മതി. കോപ്പറേറ്റിംഗ് അക്കൗണ്ടിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകിയാൽ മതി. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്നുള്ള ഭാഗമല്ലേ, ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റംസ്, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ് ഓർ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്നുള്ള ഭാഗത്തിൽ ഇത്രയും ഏരിയാസാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് എല്ലാ ഏരിയാസും കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റാണ് ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക് അല്ലേ. ബാങ്ക് എന്നുള്ള വേർഡിൻ്റെ ഒറിജിൻ എന്താണെന്നുള്ളത്, ഒറിജിൻ അല്ലേ, എവിടെ നിന്നാണ് ഓരോ വേർക്കും. ഇപ്പോൾ നമ്മൾ കോപ്പറേഷൻ എന്നുള്ള വേർഡില്ലേ, ഓപ്പററി എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് എന്നുള്ള വേർഡിനും ഒരു ഒറിജിൻ ഉണ്ട്. പക്ഷേ ബാങ്ക് എന്നുള്ള വേർഡിൻ്റെ ഒറിജിന് ഡിഫറെൻറ്റ് സ്കോളേഴ്സും ഡിഫറെൻ്റ്ലിയാണ് പറയുന്നത്. ഒരു വ്യക്തമായിട്ടുള്ളൊരു ഒറിജിൻ ബാങ്കിനില്ല. പലരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കോളേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു കറക്റ്റായിട്ടുള്ളൊരു ഒറിജിൻ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കുറച്ച് സ്കോളേഴ്സ് എന്താ പറയണതെന്ന് വെച്ചാൽ ദ വേർഡ് ബാങ്ക് എന്ന് ഡിറൈവ് ചെയ്ത ഇറ്റാലിയൻ വേർഡ് എന്നാണെന്നുള്ളതാണ്. ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ എന്നുള്ളൊരു ഇറ്റാലിയൻ വേർഡ് എന്നാണ്. ദ വേർഡ് ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ എന്നാണ് കുറച്ച് പേര് പറയുന്നത്. ബാങ്കോ, BANCO, ബാങ്കോ എന്ന് പറഞ്ഞാൽ ബെഞ്ച് എന്നുള്ള മീനിങ് ആണ്, ബെഞ്ച്. അതുപോലെ തന്നെ ലാറ്റിൻ വേർഡായിട്ടുള്ള ബാങ്കസ് എന്നാണെന്നും കുറച്ച് പേര് പറയുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാങ്ക്യൂ എന്നാണെന്നും പറയുന്നുണ്ട്. ഈ ബാങ്കോ, ബാങ്കസ്, ബാങ്ക്യൂ ഈ 3 വേർഡിൻ്റെയും മീനിങ് ബെഞ്ച് എന്നാണ്. ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ, അതുപോലെ തന്നെ ലാറ്റിൻ വേർഡായിട്ടുള്ള ബാങ്കസ്, അതുപോലെ തന്നെ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാങ്ക്യൂ ഈ 3 വേർഡിൻ്റെയും മീനിങ് ബെഞ്ച് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരു വേർഡ് മീനിങ് കൂടിയുണ്ട്, മണി എക്സ്ചേഞ്ച് ടേബിൾ എന്ന് പറയപ്പെടും. ഈ ബെഞ്ച് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് ടേബിൾ എന്നറിയപ്പെടുന്നതും ഇതിൻ്റെ വേർഡ് മീനിങ് തന്നെയാണ്. ബാങ്കോ, ബാങ്കസ്, ബാങ്ക്യൂ മീൻസ് ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ച് ടേബിൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തർ ബാങ്കിൻ്റെ ഒറിജിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ BC 300-കളിലൊക്കെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്. അർത്ഥശാസ്ത്രയിലൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഒരു ബാങ്കിങ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റാണ് പിന്നെ ജർമ്മൻ വേർഡായിട്ടുള്ള ബാങ്ക് അല്ലേ. ബാങ്ക് എന്ന് പറഞ്ഞാൽ ജർമ്മൻ വേർഡിൽ നിന്നാണ് ബാങ്ക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തതെന്ന് പിന്നീട് പറയപ്പെട്ടു. ബാങ്ക് എന്നുള്ളതിൻ്റെ മീനിങ് ഫണ്ട് എന്നാണ്, ഫണ്ട്. നെക്സ്റ്റ് ഈ ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ തന്നെയായിരുന്നു ജർമ്മൻകാർ യൂസ് ചെയ്തിരുന്നത്, ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ. പിന്നീട് അത് വീണ്ടും ചേഞ്ച് ചെയ്തു. ഫ്രാൻസിലെ ബാങ്കെ എന്നുള്ള വേർഡായിട്ട് വീണ്ടും ചേഞ്ച് ചെയ്തു. ഫ്രാൻസിലെ ബാങ്കെ എന്നുള്ളൊരു വേർഡായിട്ട് ചേഞ്ച് ചെയ്തു. വീണ്ടും അത് യൂറോപ്യന്മാർ, ബ്രിട്ടീഷുകാർ വീണ്ടും അത് ചേഞ്ച് ചെയ്തു, ബാങ്ക് എന്നുള്ളൊരു വേർഡായിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് പറയുന്നത്. ജർമ്മൻ വേർഡായിട്ടുള്ള ബാങ്ക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഫണ്ട് എന്നാണ്. പിന്നെ അവർ ബാങ്കോ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. പിന്നീട് അത് വീണ്ടും ബാങ്കെ ആയി. ബാങ്കെ എന്നുള്ളത് ഫ്രാൻസ് വേർഡാണ്. പിന്നീട് വീണ്ടും അത് ബ്രിട്ടീഷുകാർ മാറ്റി ബാങ്ക് എന്നാക്കി. ഇപ്പോൾ ബാങ്ക് എന്നുള്ള വേർഡാണ് നമ്മൾ ഓൾ ഓവർ ദ വേൾഡിൽ യൂസ് ചെയ്യുന്നത്. ബാങ്ക് എന്നുള്ളൊരു വേർഡാണ്.
അപ്പോൾ ഇത്രയാണ് ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് പേഴ്സൺസ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഒറിജിൻ നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ബാങ്കിങ് അല്ലേ. അല്ല, ടൈപ്സ് ഓഫ് ബാങ്കിങ് എന്നുള്ള ഏരിയയിലുള്ള ഓരോ ടൈപ്സ് ബാങ്ക്, യൂണിറ്റ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, മിക്സ്ഡ് ബാങ്കിങ്, ഇത്രയും ബാങ്കിങ്ങാണ് ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ വരുന്നത്. അപ്പോൾ ആ ബാങ്കിങ്ങിൽ ഓരോ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് യൂണിറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ബാങ്കിങ്, അതായത് വർക്ക് വിത്ത് എ സിംഗിൾ ഓഫീസ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓഫീസ് മാത്രമേ അതിനുണ്ടാവുള്ളൂ വർക്ക് ചെയ്യാൻ. ഒരുപാട് ബ്രാഞ്ചസ് ഒന്നും അതിനുണ്ടായിരിക്കില്ല. ഒരു സിംഗിൾ ഓഫീസ് മാത്രമേ വർക്ക് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള ബാങ്കിനെ നമുക്ക് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ബാങ്കുകൾക്ക് ബ്രാഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഡു നോട്ട് മെയിൻറ്റെയിൻ എനി അതർ ബ്രാഞ്ചസ്. ഇങ്ങനത്തെ ഒരു സിംഗിൾ ഓഫീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബ്രാഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല യൂണിറ്റ് ബാങ്കിങ്ങിന്. അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആയിരിക്കും. ഒരുപാട് ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഈ യൂണിറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നും അറിയപ്പെടുന്നുണ്ട്. യൂണിറ്റ് ബാങ്കിങ് ഈസ് ആൾസോ നോൺ ആസ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് എവിടെ ഫേമസ് ആയിട്ടുള്ളത്? USA യൂണിറ്റ് ബാങ്കിങ് ഫേമസ് ആയിട്ടുള്ളത്. യൂണിറ്റ് ബാങ്കിങ് USA അല്ലേ, രണ്ടിലും യു എന്നില്ല, കണക്ട് ചെയ്ത് പഠിക്കുക. യൂണിറ്റ് ബാങ്കിങ് USA. ദെൻ നെക്സ്റ്റ് ബാങ്കാണ് ബ്രാഞ്ച് ബാങ്കിങ് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് അല്ലേ. യൂണിറ്റ് ബാങ്കിങ് ലോക്കലൈസ്ഡ് ആയിരുന്നു, ബ്രാഞ്ച് ബാങ്കിങ് ഡീലോക്കലൈസ്ഡ് ബാങ്കാണ്. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി കൺട്രി. അതാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ കൺട്രി. ഒരുപാട് ഒരു ബാങ്കിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഒരു സിംഗിൾ ഓഫീസ് മാത്രമല്ല, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബാങ്കിനാണ് ഇപ്പോൾ കൺട്രിയിലുടനീളം ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബാങ്കിനാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുക. ഇതൊരു കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സിംഗിൾ ഓഫീസായിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഒരു സിംഗിളായിട്ടുള്ളൊരു ഓഫീസായിരിക്കും ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ബാങ്കിനെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയും. മാത്രമല്ല അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SBI അല്ലേ, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് SBIക്ക്. ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ബാങ്കാണ് SBI. അപ്പോൾ ഈ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ഫേമസ് ആയിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമാണ്. ഇന്ത്യ നമുക്കറിയാലോ, ഇന്ത്യ ഇംഗ്ലണ്ട് അല്ലേ. ബ്രാഞ്ച് ബാങ്കിങ് ഇന്ത്യയിലുള്ളതാണ് നമുക്കറിയാം. അപ്പോൾ ഇംഗ്ലണ്ട് കൂടെ പഠിച്ചു വയ്ക്കുക ബ്രാഞ്ച് ബാങ്കിങ്. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ബാങ്കിങ്. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞാൽ ഇപ്പോൾ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്ത രണ്ടോ അതിലധികമോ ബാങ്കുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, മെർജ് ചെയ്യാണ്, കൂടിച്ചേരുകയാണല്ലോ. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് അണ്ടറിൽ വരികയാണ്. സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിറ്റ് ബാങ്ക് ആവാം, ചെയിൻ ബാങ്ക് ആവാം. അങ്ങനെയുള്ള രണ്ടോ അതിലധികമോ ബാങ്കുകൾ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് അണ്ടറിൽ വരികയാണ്. ഇതിന് പറയുന്ന വേറെ പേരാണ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആയിരിക്കും ഈ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇതിന് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറയാൻ കാരണം. ക്ലിയർ ആയോ? ഇത് ചിലപ്പോൾ യൂണിറ്റ് ബാങ്കിങ് ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ബാങ്കിങ് ഫംഗ്ഷൻ ആവാം പെർഫോം ചെയ്യുന്നത്. യൂണിറ്റ് ബാങ്കും ബ്രാഞ്ച് ബാങ്കും ഒക്കെ കൂടെ കൂടിച്ചേരുന്നതാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇത് കൺട്രോൾ ചെയ്യൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആയിരിക്കും. അത്രയുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് ഒരു പോയിൻ്റ് കൂടി പറയാം. ഇറ്റ് ഈസ് എ ഇംപ്രൂവ്ഡ് ഫോം ഓഫ് ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ്ങിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോമാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. ചെയിൻ ബാങ്കിങ് എന്താണെന്ന് പറയാം. അപ്പോൾ ചെയിൻ ബാങ്കിങ്ങിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഗ്രൂപ്പ് ബാങ്കിങ് ആയിരിക്കും. ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയിൻ ബാങ്കിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ബാങ്കുകളെ നമ്മൾ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയും അല്ലേ. ബ്രാഞ്ച് ബാങ്കിങ് അല്ല, ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയും. ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ്. ടു സെപ്പറേറ്റ്ലി
ഇൻകോർപ്പറേറ്റ് ചെയ്ത രണ്ടോ അതിലധികമോ ബാങ്കുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. പക്ഷേ അതിൻ്റെ ഒരു കോമൺ കൺട്രോളിലായിരിക്കും അത് വർക്ക് ചെയ്യുക. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. പകരം ഉണ്ടായിരിക്കുക ഒരു കോമൺ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കുക. ഒരു ഹോൾഡിംഗ് കമ്പനിയോ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റോ അല്ല ഉണ്ടായിരിക്കുക, ഒരു കോമൺ കൺട്രോൾ സിസ്റ്റം. ഈ കോമൺ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെയിം ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ആ ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സെയിം ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. അവരായിരിക്കും ഈ ബാങ്കിൻ്റെ ഫങ്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ബാങ്കിനാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് ആണെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യാനൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ചെയിൻ ബാങ്കിങ് ആണെങ്കിൽ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയോ ആയിരിക്കില്ല കൺട്രോൾ ചെയ്യുക. പിന്നെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുക? ഒരു കോമൺ കൺട്രോൾ സിസ്റ്റം, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഒരു കോമൺ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും അവിടെ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റാണ് ചെയിൻ ബാങ്കിങ് ഫേമസ് ആയിട്ടുള്ളത് USA-ലാണ്, മറക്കണ്ട. യൂണിറ്റ് ബാങ്കിങ്ങും ചെയിൻ ബാങ്കിങ്ങും ഫേമസ് ആയിട്ടുള്ളത് USA-ലാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് ബാങ്കിങ്ങും അതുപോലെ തന്നെ ചെയിൻ ബാങ്കിങ്ങും USA. നെക്സ്റ്റാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് ലിങ്ക്ഡ് ത്രൂ ദ ഡെപ്പോസിറ്റ്സ്. അതായത് ഒരുപാട് ബാങ്കുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുകയാണ്. എങ്ങനെ ലിങ്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സ്മാളർ ബാങ്ക്സൊക്കെ അവരുടെ ക്യാഷ് റിസർവ് ബിഗ്ഗർ ബാങ്ക്സിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഈ സ്മാളർ ബാങ്ക്സൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ബിഗ്ഗർ ബാങ്ക്സിൽ അവരുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും സ്മാളർ ബാങ്ക്സ്. അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കും. ആ ലിങ്കിലൂടെ അവർ എന്ത് ചെയ്യും? ബിഗ്ഗർ ബാങ്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള ബാങ്കിങ്ങിനാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റിലൂടെയാണ് എന്ത് ചെയ്യുക? അവർ മറ്റു ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ സ്മാളർ ബാങ്ക്സൊക്കെ അവർ ഡെപ്പോസിറ്റ് ബിഗ്ഗർ ബാങ്ക്സിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കും, ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കും. അതിനാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുക. ഈ യൂണിറ്റ് ബാങ്ക്സൊക്കെ അല്ലേ ഒരു സിംഗിൾ ഓഫീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ മറ്റു ബാങ്കുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വേ ആണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. അപ്പോൾ യൂണിറ്റ് ബാങ്കിനൊക്കെ ബിഗ്ഗർ ബാങ്ക്സിൽ ഫണ്ടൊക്കെ ക്യാഷ് റിസർവൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലിങ്ക് അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റാണ് മിക്സ്ഡ് ബാങ്കിങ്. മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്ത് പറയുന്നത്? മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താ പറയുക, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലെൻഡിങ് ലോൺസിൽ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സൊക്കെ ലോങ് ടേം ലോൺസൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ലോൺസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ബാങ്കിങ് സിസ്റ്റത്തെ നമുക്ക് മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കും ഒന്ന് തന്നെയാണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങും സെയിം തന്നെയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കൊക്കെ എന്ത് ചെയ്യാണ്? ഇൻഡസ്ട്രീസ് തുടങ്ങാനൊക്കെ ലോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറയുക. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ് മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലെൻഡ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോങ് ടേം ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടെ ഒരു കോമ്പിനേഷനാണ് മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ബാങ്കിനെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഈ മിക്സ്ഡ് ബാങ്കിങ് ഫേമസ് ആയിട്ടുള്ളത് ജർമ്മനിയിലും ജപ്പാനിലുമാണ്. മെയിനായിട്ട് ജർമ്മനിയിലാണ് മിക്സ്ഡ് ബാങ്കിങ് ഫേമസ് ആയിട്ടുള്ളത്. ജപ്പാനിലും ഫേമസ് ആയിട്ടുള്ളതാണ് മിക്സ്ഡ് ബാങ്കിങ്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക് എന്നുള്ള ഏരിയയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓഫീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. USA-ലാണ് ഫേമസ് ആയിട്ടുള്ളത്. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓഫീസ് മാത്രമല്ല, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ളത് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമാണ്. ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും.
അവിടെ ഡിഫറെൻറ്റ് ഫോം ഓഫ് ബാങ്ക്സ് ഉണ്ടായിരിക്കും, പക്ഷേ മാനേജ് ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റാണ് ചെയിൻ ബാങ്കിങ്ങിൽ. ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബാങ്കിങ്ങിൻ്റെ പോലെ തന്നെയാണ്. അവിടെ 2 or more സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് എന്ത് ചെയ്യാണ്, ഒരു കോമൺ കൺട്രോളിൻ്റെ അണ്ടറിൽ വരികയാണ്. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷെ ഒരു കോമൺ കൺട്രോൾ ഉണ്ടായിരിക്കും. അത് മാനേജ് ചെയ്യണത് ഒന്നെങ്കിൽ സെയിം ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഇത് ഫേമസ് ആയിട്ടുള്ളത് USA ചെയിൻ ബാങ്കിങ്ങും യൂണിറ്റ് ബാങ്കിങ്ങും USA. നെക്സ്റ്റാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക്സ് ഡെപ്പോസിറ്റിലൂടെ എന്ത് ചെയ്യണം, മറ്റു ബാങ്ക്സുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ സ്മാൾ ബാങ്ക്സൊക്കെ അവരുടെ വലിയ ബിഗ്ഗർ ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങിനൊന്നും മറ്റുള്ള ബാങ്കുമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ബാങ്കിനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു വേ ആണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. അതാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇത് ഫേമസ് ആയിട്ടുള്ളത് ജർമ്മനിയിലാണ്. അപ്പോൾ ഇന്ന് ഈ ഏരിയയിൽ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനിയും തുടർന്ന് വീഡിയോസ് കാണുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.